ഈ പോലെ എന്നുള്ളിടത്തൊരു പ്രശ്നമില്ലേ? അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും എന്നാണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ പോലെ എന്താണെന്നൊന്ന് വിശദീകരിച്ചാല്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله وصفيه اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله. മഹാത്മാക്കളുടെ കഴിവുകളെക്കുറിച്ചുള്ള ചോദ്യമാണ്. അതിൽ CM വലിയുല്ലാഹിയുടെ സ്മരണിക, ആ സ്മരണികയിൽ എഴുതിയ ഒരു വരിയെക്കുറിച്ചാണ് ഇദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. സാധാരണ വഹാബികൾ അങ്ങനെ ചോദിക്കാറും ഉണ്ട്. CM വലിയുല്ലാഹിയെ കുറിച്ച് അള്ളാഹു കാണുന്നത് പോലെ കാണും, കേൾക്കുന്നത് പോലെ കേൾക്കും. അപ്പൊ നിങ്ങൾ വലിയ ഔലിയാക്കളെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയല്ലേ എന്ന ചോദ്യം സാധാരണ മുജാഹിദ് ചോദിക്കാറുണ്ട്. അതിന് CM വലിയുല്ലാഹിയുടെ സ്മരണികയിൽ നിന്നുള്ള വരികളെ ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ അതിൽ തന്നെ പേജ് 29 എൻ്റെ കയ്യിൽ ആ സ്മരണികയുണ്ട്, അതിൻ്റെ പേജാണ് ഞാൻ പറയുന്നത്. ആ പേജ് 29 അതേ ലേഖനത്തിൽ തന്നെ എഴുതിയത് കാണാം. ഇതിങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. പക്ഷേ അതത്രയും ഈ കാഴ്ചയും കേൾവിയും ഉൾപ്പെടെയുള്ള ഈ കഴിവുകളൊക്കെ അള്ളാഹു നൽകുന്നത് അതത്രയും അള്ളാഹു നൽകിയതായത് കൊണ്ട് അടിമയുടെയും അള്ളാഹുവിൻ്റെയും കഴിവ് തുല്യമല്ലെന്ന വസ്തുത ശ്രദ്ധേയമാണ്. അപ്പൊ ഈ ലേഖനത്തിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ പോലെയാക്കല്ല അത്, ഇതൊക്കെ അള്ളാഹു നൽകുന്നതാണ്, അള്ളാഹു നൽകുന്ന കഴിവാണ്. അതുകൊണ്ട് അള്ളാഹുവും ഈ വലിയും ഒരുപോലെയാണ് എന്ന് പറയാൻ പറ്റില്ല. അത് അടിമയുടെയും അള്ളാഹുവിൻ്റെയും കഴിവ് തുല്യമല്ല എന്ന വസ്തുത ശ്രദ്ധേയമാണ് എന്നുകൂടി ഈ പറയുന്ന ചോദ്യകർത്താവ് ഉന്നയിക്കുന്ന CM സ്മരണികയിൽ അതിൻ്റെ പേജ് 29 വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ ഈ ഭാഗം മറച്ചു വെച്ചുകൊണ്ട് ആദ്യ ഭാഗം വായിച്ച് ആളുകളെ കബളിപ്പിക്കാനാണ് സാധാരണ മുജാഹിദുകൾ ശ്രമിക്കാറുള്ളത്. അങ്ങനെ കബളിപ്പിക്കുമ്പോഴാണല്ലോ മുജാഹിദാവുക. സലഫിസത്തിന്റെ വക്താവ് ആവണമെങ്കിൽ ഈ കബളിപ്പിക്കൽ തുടർന്നുകൊണ്ടേയിരിക്കണം. അതാണ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ദജ്ജാലൂന കദ്ദാബൂൻ. സത്യവും അസത്യവും കൂട്ടിക്കുഴച്ച് ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന വിഭാഗം. അതാണ് മൗലവിമാർ സാധാരണ ചെയ്യാറുള്ളത്. ഈ ലേഖനത്തിൽ തന്നെ, ഈ സ്മരണികയുടെ 29ാമത്തെ പേജിൽ തന്നെ ആ സംശയത്തിന്റെ എല്ലാ കണികകളെയും മാറ്റി വെച്ചിട്ടുണ്ട് എന്ന കാര്യം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ചോദ്യകർത്താവിന്റെ ഒരു സംശയം എന്താ? അള്ളാഹു കാണുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് എന്നാണ്. അതിന്റെ അർത്ഥം അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് ദൂരപരിധിയില്ലാതെ, അതാണ് അതിന്റെ ഉദ്ദേശം. ദൂരപരിധിയില്ലാതെ കാണാനും കേൾക്കാനും അറിയാനുമൊക്കെ അള്ളാഹു ജല്ല വഅല മഹാത്മാക്കൾക്ക് കഴിവ് നൽകും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ദൂരപരിധിയില്ല, അതിനാണ് സാധാരണ നമ്മൾ അതുപോലെ എന്ന് പറയുന്നത്. ഇത് നമ്മൾ മാത്രം പറയുന്ന ഒരു സംഗതി ഒന്നുമല്ല. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ല ഈ കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ തഫ്സീറുൽ കബീറിൽ
മഹാനവറുകൾ അതിന്റെ 21-ാമത്തെ വാള്യം 77-ാമത്തെ പേജിൽ പറഞ്ഞു, വകദാലികൽ അബ്ദു ഇദാ വാളബ അല ത്വാഅതി ബലഗ ഇലൽ മഖാമിൽ ലദീ യഖൂലുല്ലാഹു കുൻതു ലഹു സമഅൻ വബസറാ. ഒരു മനുഷ്യൻ, ഒരു അടിമ ഇബാദത്തിൽ പതിവായി ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന്റെ സാമീപ്യം നേടിയാൽ അവൻ ഹദീസിൽ പറഞ്ഞ കുൻതു ലഹു സമഅൻ വബസറ എന്ന് പറഞ്ഞ പദവിയിലേക്ക് ഉയരും. അങ്ങനെ ആയാലോ ഫൈദാ സ്വാറ നൂറു ജലാലില്ലാഹി സമഅൻ ലഹു, അള്ളാഹുവിന്റെ ആ നൂറ് ഇവന്റെ സമഅ് കാതാവുക, കേൾവിയാവുക എന്ന് പറഞ്ഞാൽ സമിഅൽ ഖരീബ വൽ ബഈദ, അടുത്തുള്ളതും വിദൂരതയിലുള്ളതും കാണാൻ ഈ വലിയായ ഇബാദത്ത് കൊണ്ട് ധന്യമായ ആ അല്ലാഹുമായി സാമീപ്യത്തിലെത്തിയ വലിയായ വ്യക്തിക്ക് സാധിക്കും. വൈദാ സ്വാറ ദാലിക നൂറു ബസറല്ലഹു, ആ അല്ലാഹുവിന്റെ നൂറ് അത് ഈ വലിയന്റെ ബസർ കാഴ്ചയാവുക എന്ന് പറഞ്ഞാലോ റഅൽ ഖരീബ വൽ ബഈദ, അവൻ വിദൂരത്തുള്ളത് കാണാനും കേൾക്കാനും കഴിയും. വൈദാ സ്വാറ ദാലിക നൂറു യദല്ലഹു, ആ അല്ലാഹു അവന്റെ യദാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഖദറ അല തസറുഫി ഫി സ്വഅബി വസ്സഹ്ലി വൽ ബഈദി വൽ ഖരീബി, പ്രയാസഘട്ടത്തിലും അതുപോലെ വിദൂരഘട്ടത്തിലും അടുത്തും വിദൂരത്തുമൊക്കെ ഇവിടെ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യാൻ അയാൾക്ക് കഴിവുണ്ടാകും. ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഔലിയാക്കളായ മഹാത്മാക്കൾക്ക് ഈ വിധമുള്ള കഴിവ് അള്ളാഹു നൽകുമെന്ന് പറയുന്നത് നമ്മളല്ല, ഇമാമുമാരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ, ആ ഖുദ്സിയായ ഹദീസ് വിശദീകരിച്ചുകൊണ്ടും അതിന്റെ ആശയങ്ങൾ പഠിപ്പിച്ചുകൊണ്ടും നമ്മെ തെര്യപ്പെടുത്തുന്നത് ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുള്ളയാണ്. അതുപോലെ ഫത്ഹുൽ ബാരിയിൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയാണ്. വലിയ വലിയ ഇമാമുകളാണ്. അതുകൊണ്ട് അഹ്ലു സുന്നത്തിന്റെ ഈ വിശ്വാസത്തിൽ ഒരു തകരാറും ഇല്ല. ഈ പോലെ എന്നത് പിന്നെ നമ്മൾ മലയാളത്തിൽ ഒരു പ്രയോഗം അങ്ങനെ നടത്തുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ശിർക്കും കുഫ്റും ഒന്നും വരൂല. മഹാനായ കേരളീയ മുസ്ലിമീങ്ങൾക്ക് വൈജ്ഞാനിക പ്രഭക്ക് തിരികൊളുത്തിയ മഹാമനീഷി മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, അവരുടെ അദ്കിയ എന്ന കിതാബുണ്ട്. ആ കിതാബിൽ കാണാം, മാസാല അബ്ദി ബിൻ നവാഫിലി യഖ്റുബു ഹത്താ അകൂന ലഹു യദം വൽ അർജുലാ വസംഅ മിൻഹു സുമ്മ ഐനൻ ബാസിറാ ഐ മിസ്ല ദാലിക ഫിൽ മതാലിബി ഹർവലാ. അല്ലാഹു കയ്യാവുക, കണ്ണാവുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഐ മിസ്ല ദാലിക, അതായത് അതുപോലെയാവുക എന്നാണ്. ഇത് നമ്മുടെ മാത്രം വിശദീകരണമല്ല, ഇമാമുമാര് നമുക്കിത് പഠിപ്പിച്ചു തന്നതാ. സൈനുദ്ദീൻ മഖ്ദൂമുൽ കബീർ മഹാനവറുകൾ അവിടുത്തെ കിതാബുൽ അദ്കിയയിൽ രേഖപ്പെടുത്തിയതാ. ഐ മിസ്ല ദാലിക, അത് അതായത് ആ കഴിവ് അതുപോലെ. അപ്പൊ അതൊരു ഭാഷാപരമായ ഒരു പ്രയോഗം എന്നേ ഉള്ളൂ. അള്ളാഹുവിനുള്ളത് പോലെ വലിയനുണ്ട് എന്നൊരു വിശ്വാസിയും വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിനുള്ള കഴിവുകൾ എന്ന് പറയുന്നത് തന്നെ അത് സ്വതന്ത്രമാണ്, നിരുപാധികമാണ്, മറ്റൊരാളുടെ ഒത്താശ ഇല്ലാത്ത വിധമുള്ള കഴിവാണ്. സൃഷ്ടിയായ അത് നബിയാവട്ടെ, വലിയാവട്ടെ, മഹാത്മാവട്ടെ, ഖുതുബാവട്ടെ, ഔസാവട്ടെ, ഏത് മഹാനാണെങ്കിലും അവർക്ക് ലഭിക്കുന്ന കഴിവുകളൊക്കെയും അള്ളാഹുവിന്റെ ഒത്താശയോടെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും രണ്ടാണ്, വ്യത്യാസമുണ്ട്, ഒരുപോലെയാണ് എന്ന് ധരിക്കുന്നത് മൂഢന്മാര് പോലും അങ്ങനെ ധരിക്കുകയില്ല. അപ്പൊ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന്റെയും താഴെയാണ് അവരുടെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അല്ലാഹു കാക്കട്ടെ.